വെനസ്വലയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ശരിക്കും ഡൊണാൾഡ് ട്രംപിന് വട്ടുപിടിച്ചു. ഡൊണാൾഡ് ട്രംപിന് അഹങ്കാരം തലക്കി പിടിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ കാലം സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ഇങ്ങനെ മാലാഖയായിട്ട് നിന്നത്. അമേരിക്കയ്ക്ക് എന്തുമാകാം, അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന പ്രയോഗം തന്നെ അവിടെയാണ്. ഇമ്പീരിയലിസത്തിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉന്നതിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് വീണ്ടും മാറുന്നു എന്നുള്ളത്. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി മനുഷ്യവിരുദ്ധമായൊരു പാർട്ടിയാണ്. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചത് തെറ്റാണെങ്കിൽ ഇവർ ചെയ്തത് തെറ്റാണ്. ഇവരിപ്പോൾ ചെയ്തത് തെറ്റല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചത് തെറ്റല്ല. നമസ്കാരം. വെനസ്വലയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ളവരെ ആളുകളെ ബന്ദിയാക്കി എന്നുള്ളതാണ് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഡൊണാൾഡ് ട്രംപിന് വട്ടുപിടിച്ചോ? ഡൊണാൾഡ് ട്രംപിന് അഹങ്കാരം തലക്കി പിടിച്ചു എന്നുള്ളതാണ്. കുറച്ച് നാളിങ്ങനെ പതുങ്ങിയിരുന്നത് നമ്മൾ പറയുന്നത് പുലി പതുങ്ങുന്നത് കീഴടങ്ങലല്ല, അത് മുന്നോട്ട് കുതിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ കാലം സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ഇങ്ങനെ മാലാഖയായിട്ട് നിന്നത്. 1-2 രാജ്യക്കാരെ കൊണ്ടൊക്കെ ഇയാൾ ശുപാർശ ചെയ്യിപ്പിച്ചു, എനിക്ക് വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി. ഇപ്പം നമ്മളടുത്ത് പല ആൾക്കാരും പറയാറില്ല, ആ സീറ്റിൽ എൻ്റെ പേര് പറയണം, ഈ സീറ്റ് പേര് പറയണം എന്നൊക്കെ പറഞ്ഞാൽ മാധ്യമ രംഗത്ത് തന്നെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ പേരും പരാമർശിച്ച് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പുള്ളി അതിനല്ല, പുള്ളി കാര്യമായിട്ട് കിട്ടാനായിരുന്നു. പുള്ളി അങ്ങനെ ഏതൊക്കെയോ തുക്കട രാജ്യങ്ങളെ കൊണ്ടൊക്കെ, ഏത് UN ഉള്ള ബാക്കിയുള്ള രാജ്യക്കാർക്കോ ലോകത്തുള്ള ബാക്കിയുള്ള മനുഷ്യർക്കോ അറിയാത്ത ഏതൊക്കെയോ രാജ്യങ്ങളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു നൊബേൽ പ്രൈസിന്. ആ ശുപാർശ സ്വീഡിഷ് അക്കാദമി എടുത്ത് വലിച്ചു കൂട്ടി അവിടെ ഇട്ടു. ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിൽ, അതും വേറെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാം. നൊബേൽ പ്രൈസ് ഫോർ പീസ് ഡൊണാൾഡ് ട്രംപ് എടുത്ത് കൂട്ടി അവിടെ ഇട്ടു. അപ്പോൾ പിന്നെ ഈ മുതലിൽ മനസ്സിലായി ഒന്നും നടക്കില്ല എന്നുള്ളത്. പിന്നെ സിബി ഇതിനെ കുറച്ചുകൂടെ തമാശയായിട്ട് കാണേണ്ടുന്നൊരു കാര്യമല്ല. നമ്മൾ സാധാരണഗതി പറയാറുണ്ട് ഇതൊന്ന്, പിന്നെ മറ്റോട്ട ടൗസർ, പിന്നെ പൈസയുള്ളോട്ട കായുള്ളോട്ട ബർമുഡ എന്ന് പറയുന്ന പോലെ തന്നെ അമേരിക്കയ്ക്ക് എന്തുമാകാം. അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന പ്രയോഗം തന്നെ അവിടെയാണ്. ഇമ്പീരിയലിസത്തിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉന്നതിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് വീണ്ടും മാറുന്നു എന്നുള്ളത്. ഇടക്കാൽ കുറച്ചുകൂടെ സമത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു വഴി കൂടെ തന്നെ സഞ്ചരിച്ചിരുന്നത്. കാരണം അവിടെ 2 ദികക്ഷി സമ്പ്രദായമാണല്ലോ, ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള പോരാട്ടമാണ്. ഒരുപക്ഷെ ആ ജനാധിപത്യ സംവിധാനമാണ് ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കുന്ന ആളെ ഇന്ത്യയിലേക്കാൾ. കാരണം ഈ ഇർക്കിലി പാർട്ടികളെല്ലാം കൂടെ കയറി വന്നിട്ട് കൂറുമാറ്റവും കച്ചവടവും ഒന്നും നടക്കത്തില്ല അവർക്കിടയിൽ. അവിടുത്തെ ജനാധിപത്യത്തിനൊക്കെ വളരെ സൗന്ദര്യമുണ്ട്. ഏറ്റവും നമ്മൾ പറയും ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന്. ഏറ്റവും വലുതായിരിക്കും, ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യം അമേരിക്കയാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പിന്നെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ജനാധിപത്യ രീതികളെയാണ് ഫോളോ ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഉണ്ടായത്. അവിടുത്തെ രാജ്ഞിക്ക് പകരം ഇവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അതുപോലെ അത് വേറൊരു ഡിബേറ്റബിൾ വിഷയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അപ്പുറത്ത് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതിന് പിന്നെ എന്തിനാണ് ഇവർ ചൊറിയാൻ പോയത്? ഇവർക്ക് വെനസ്വലയിൽ കയറിയിട്ട് വെനസ്വലയുടെ പിന്നെ പ്രസിഡന്റ് മഡൂറോയെ പിന്നെ അയാളുടെ ഭാര്യയും കൂടെ ബന്ദിയാക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് ഒരു രാഷ്ട്രത്തലവനെ കൈവരം കണിയിച്ച് ഇവിടെ കൊണ്ടുവരികയും അവിടുത്തെ തെരുവുകളിൽ ആകെ അശാന്തി വിതയ്ക്കുകയും ഒരു ദിവസം കൊണ്ട് നാഥനില്ലാതാകുക. ഇവർ ആ രാജ്യത്തിനകത്ത് അതിക്രമിച്ച് കയറിയിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിലല്ല, ഇവർ പറയുന്ന സ്മഗ്ലിംഗ് നടത്തിയെന്ന് പറയുന്ന കേട്ടതൊന്നും. മഡൂറ രാവിലെ MDMA-യും കഞ്ചാവും ഒക്കെ ആയിട്ട് തെരുവിൽ ഇറങ്ങി വിൽക്കാൻ, അമേരിക്ക വന്നിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് വിൽക്കാൻ നടക്കുകയാണ്. അപ്പം വെറുതെ ലൊട്ടുലൊടുക്ക് കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ്. ഇതിനെതിരെ ശരിക്കും ലോകവ്യാപകമായിട്ടുള്ള പ്രതിഷേധം വരണം. പക്ഷെ അറബ് രാജ്യങ്ങളൊന്നും മിണ്ടുന്നില്ല. റഷ്യക്ക് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടില്ലേ? അത് അറബ് രാജ്യമല്ലല്ലോ. അറബ് രാജ്യങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇയാൾ എന്തെല്ലാം കളിയാണ് കളിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് എന്നല്ല. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടി മനുഷ്യവിരുദ്ധമായൊരു പാർട്ടിയാണ്. സിബി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഒരു 10-30 വർഷം എടുത്തു നോക്കുക. ഇപ്പോൾ 93 തൊട്ട് 2001 വരെ അവിടെ അധികാരത്തിലിരുന്നത് ബിൽ ക്ലിൻ്റനാണ്. അർക്കാൻസാസ് സ്റ്റേറ്റിൽ നിന്നായിരുന്നു പുള്ളി വന്നിരുന്നത്. ആ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, മാന്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. 8 വർഷം 2 ടേം തുടർച്ചയായിട്ട് പുള്ളി ഇരുന്നു. എന്നാൽ 2001 തൊട്ട് 2009 വരെ ജോർജ് ബുഷ് ആയിരുന്നു. ജോർജ് ബുഷ് ഇരുന്ന് 2 ടേം ഇരുന്നു. ജോർജ് ബുഷ് ഇരുന്നപ്പോഴാണ് ഇറാഖ് യുദ്ധം ഉണ്ടാകുന്നത്. ഇറാഖിലെ ആദ്യത്തെ യുദ്ധമല്ല, 91-ലെ യുദ്ധമല്ല പറഞ്ഞത്. രണ്ടാമതെ അവിടെ ആണവായുധമുണ്ട്, മറ്റേ ആയുധമുണ്ട്, കോപ്പുണ്ട്, കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊന്നുമല്ല, അവിടെ എണ്ണയുണ്ട്. അതായിരുന്നു വരെ വിഷയം. തീർച്ചയായിട്ടും അവിടെ ആണവായുധം ഉണ്ടെന്നുള്ളത്, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്നുള്ളത്, ന്യൂക്ലിയർ വെപ്പൺ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള യുറേനിയം പോലും അവിടെ കണ്ടെത്തിയിട്ടില്ല അവർ. പിന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ നിന്ന് വേണമല്ലോ പിന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ. അത് യുറേനിയം ശേഖരം പോലും കണ്ടെത്താൻ കഴിയാതിരുന്നിട്ട്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എണ്ണയുണ്ട്, അതിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ അവിടുത്തെ ആദ്യം ഇത് തകർക്കുക, പിന്നെ റീബിൽഡ് ഇറാഖ്, അതിനടുത്ത പ്രൊജക്റ്റ്, എന്നിട്ട് ലോകത്തിൽ നിന്ന് മുഴുവൻ ഫണ്ട് പിന്നെ റൈസ് ചെയ്യുക, എന്നിട്ട് ഈ ഫണ്ട് മുഴുവൻ ഇവരുടെ കമ്പനികൾ ഉപയോഗിക്കുക. ഈ രീതിയിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. സദ്ദാം ഹുസൈൻ്റെ കീഴിൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം വളരെ ശാന്തമായിരുന്നു.
അന്നും അവിടെ യസീദികളുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ സുന്നികളുണ്ട്, അവിടെ ഷിയാക്കളുണ്ട്, അവിടെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. അല്ല, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നഴ്സുമാർ ഇറാഖിലേക്ക് ജോലിക്ക് പോകും. അതെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നതാ. അവിടെ സദ്ദാം ഹുസൈൻ്റെ മിനിസ്ട്രിക്കകത്ത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന താരിഖ് അസീസ് ക്രിസ്ത്യനായിരുന്നു. വളരെ മതേതരവാദിയായിട്ടുള്ള ഒരാളായിരുന്നു സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ അക്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഏറ്റവും കൂടുതൽ കൊന്നിറക്കിയിട്ടുള്ളത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ അന്തഃഛിദ്രങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഇല്ലാതാക്കുക, പരസ്പരം ഈ ഗോത്രവർഗ്ഗങ്ങൾ, യസീദികളും മറ്റൊരു ഈ യസീദി പെൺകുട്ടികളെയൊക്കെ ക്രൂരമായിട്ടല്ലേ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷമായി ഈ ഐസിസ് ഒന്നും അന്നുണ്ടായില്ലല്ലോ. ഈ അമേരിക്ക കയറിയിട്ട് തോന്നിയാസം കാണിച്ച് സദ്ദാമിനെയും കൊന്ന രാജ്യത്തെ നാമാവശേഷമാക്കി കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ഐസിസും ഈ കീസിസും ഒക്കെ ഉണ്ടാകുന്നു. ഈ യസീദി പെൺകുട്ടികളെയൊക്കെ അടിമച്ചന്തയെ കൊണ്ടേ ലൈംഗിക അടിമകളാക്കിയിട്ട് വിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുർദുകൾ ഒന്നും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കൊന്ന് സദ്ദാം കുർദായിരുന്നു അതോ സുന്നിയായിരുന്നു എന്നുള്ളതായിട്ട് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും ആരും തമ്മിലില്ല. ഇത് എല്ലാം ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞ് കലാപമായി. വെടക്കാക്കി തനിക്കാക്കുക എന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾക്കാണ് എല്ലാ കാലത്തും റിപ്പബ്ലിക്കന്മാർ ശ്രമിച്ചത്. അതിനുശേഷം പിന്നീട് ജോർജ് ബുഷിന് ശേഷം പിന്നെ വരുന്നത് വീണ്ടും ഡെമോക്രാറ്റ് ആയിട്ടുള്ള ബറാക്ക് ഒബാമ വന്നു. വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും ആക്ഷേപം ബറാക്ക് ഒബാമയെ കുറിച്ച് പറയാം? അമേരിക്കൻ പോളിസിക്കകത്ത് എല്ലാ കാലത്തും ജൂസിൻ്റെ ഇടപെടലുണ്ട്. അവിടുത്തെ എക്കണോമിക് പോളിസി കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ ട്രേഡ് പോളിസി കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ജൂതന്മാരാണ് നിയന്ത്രിക്കുന്നത്. അത് എല്ലാ കാലത്തും അവർക്ക് അവരുടെ രാജ്യ താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് അക്രമോത്സുകതയിലേക്ക് ഒരിക്കലും ഡെമോക്രാറ്റുകളുടെ കാലഘട്ടത്തിൽ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ കിളവൻ ഭ്രാന്തൻ ഒരു 4 കൊല്ലം 17 തൊട്ട് 21 വരെ ഇരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അതിനുശേഷം പിന്നീട് അവിടെ ജോ ബൈഡൻ വന്നപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോഴും അമേരിക്കൻ ജനാധിപത്യ സംവിധാനം കാണാത്ത പോലെ ലോകത്തിൻ്റെ മുമ്പിൽ അമേരിക്ക തല കുനിക്കുന്ന രീതിയിൽ ഇയാളുടെ ആളുകൾ തെരുവിൽ അടിയില്ലേ? ഞാൻ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജോ ബൈഡനാ തോറ്റെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നില്ലേ? അമേരിക്കക്കാർക്ക് പോലും നാണക്കേടായി പോയില്ലേ? അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വല്ല ആഫ്രിക്കയിൽ പോലും കാണാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് അമേരിക്കയിൽ കണ്ടത്. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എബ്രഹാം ലിങ്കന്റെ മണ്ണാണ്. അത് ആലോചിച്ച് നോക്കണം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മണ്ണാണ് അത്. അങ്ങനെയുള്ള എത്രയോ ലോകം കണ്ട ഏറ്റവും വലിയ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് ജന്മം കൊടുത്തൊരു മണ്ണാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യ പോരാട്ടങ്ങൾ നടത്തിയിട്ട് അവിടെ തിരസ്കൃതരാകുന്ന അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്ക് അഭയം നൽകിയിട്ടുള്ള മണ്ണാണ്. അങ്ങനെയും കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു മണ്ണിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെയും രാഷ്ട്രീയ പാരമ്പര്യത്തെയും തകർക്കുന്ന രീതിയിലാണ് ഈ തെമ്മാടി റോട്ടിൽ ഇയാളുടെ ആൾക്കാരെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ടത്, കലാപം ഉണ്ടാക്കാൻ നോക്കിയത്. ജോ ബൈഡൻ്റെ 4 വർഷത്തിന് ശേഷം ജോ ബൈഡൻ്റെ പ്രായാധിക്യവും അവസാനം പെട്ടെന്ന് ഇവർ സ്ഥാനാർത്ഥിയെ മാറ്റലും എല്ലാം കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കമലാ ഹാരിസ് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞപ്പം പിന്നെയും ഈ ഭ്രാന്തനെ പിടിച്ചാക്കി. പറയുമ്പോൾ വലിയ റിപ്പബ്ലിക്കൻ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾ രണ്ടാമത് പുള്ളി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ആദ്യം കുറച്ച് കാലം ഫ്ലോറിഡയിൽ നിന്നാണ് വരുന്നത്. ഫ്ലോറിഡയിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും രണ്ടിടത്തും കൂടി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് പുള്ളി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ഫൈറ്റ് വന്നതാണ്. ഉൾപാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് തോറ്റ ആൾ പോലും പ്രചരണത്തിലാണ്. അങ്ങനെയാണ് അവരുടെ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം ഇയാൾ രണ്ടാമത് വന്നപ്പോൾ ആദ്യ സമ്മാനം നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരുടെ അടുത്തും സോപ്പിട്ടൊക്കെ നിന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ഞാനാണ്, മറ്റേടത്തത് ഞാനാണ് തീർത്തത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പോകുന്നു. യുക്രൈൻ്റെ സെലൻസ്കിയെ വിളിച്ച് അപമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റഷ്യയായിട്ട് യോജിക്കുന്നു. റഷ്യയായിട്ട് പിന്നീട് ഉടക്കുന്നു. ഇപ്പം റഷ്യയായിട്ട് വീണ്ടും കോട്ടികളെ ഒരു നിലപാടും ഇല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ എന്താണോ PV അൻവർ, അതാണ് ജിയോ പൊളിറ്റിക്സിലെ ആഗോള രാഷ്ട്രീയത്തിലെ ഡൊണാൾഡ് ട്രംപ്. എന്തും ചെയ്യും, എന്തും പറയും, എന്തും കാണിച്ചു കളയും. ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പുറകെ കൂടെ കുത്തുകുത്തും. ഇതിന് യാതൊരു മടിയില്ല, ഒരു ഉളുപ്പുമില്ല. ഇയാൾ അത്രയും വൃത്തികെട്ടെടുത്തണം. കാരണം ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കകത്ത് വലിയൊരു മാറ്റങ്ങൾ വന്നു. നമ്മളെ ക്യൂബയുടെ ഫിദൽ കാസ്ട്രോയുടെയും റൗൾ കാസ്ട്രോയുടെയും ഒക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഹ്യൂഗോ ഷാവേസ് ആയിരുന്നു വെനിസ്വേലയിൽ ഒരു വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഹ്യൂഗോ ഷാവേസ് അകാലത്തിൽ മരണപ്പെടുകയായിരുന്നു. ഹ്യൂഗോ ഷാവേസിൻ്റെ പിൻഗാമിയായിട്ടാണ് മറഡോ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജനജീവിതം ഇപ്പോൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. ഇയാളെ കൊണ്ടിട്ട് ആ രാജ്യത്ത് കയറിയിട്ട് ഈ ആക്രമിച്ച് ഇയാളെ തടങ്കലിലാക്കി പ്രസിഡന്റ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്ത് പറയും? ഇവർ പറയത്തില്ലേ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനം, അവർക്കെതിരെ സഖ്യകക്ഷികൾ ആക്രമിക്കണം എന്ന് പറയും. സദ്ദാം ഹുസൈനെതിരെ ഇതേ കുറ്റമല്ലേ ഉണ്ടായി? സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചത് തെറ്റാണെങ്കിൽ ഇവർ ചെയ്തത് തെറ്റാ. ഇവരിപ്പോൾ ചെയ്തത് തെറ്റല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചത് തെറ്റല്ല. പണ്ടത്തെ ലോകക്രമം പോലെ, 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിന് മുമ്പുള്ള ലോകക്രമം പോലെ ഏത് രാജ്യത്തെയും ഏത് സമയത്തും ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അവരുടെ കോളനിയാക്കി മാറ്റാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അങ്ങ് പറയണം. പിന്നെ UN പിരിച്ചുവിടണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ
എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ നിന്ന് പറയാന്ന് പറഞ്ഞാൽ അല്പത്തരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരൊന്നും അറിയുന്നില്ലല്ലോ, പക്ഷേ ആളുകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇവർക്കൊന്നും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ധാരണ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പം നമുക്ക് അങ്ങനത്തെ തെറ്റുകാരനില്ല. നമ്മൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ UN നിന്ന് അമേരിക്കയെ പുറത്താക്കും എന്നുള്ള തെറ്റുകാരൻ്റെ പുറത്തല്ല. പക്ഷേ ഇതൊരു ക്യാമ്പയിനായിട്ട് മാറേണ്ടതുണ്ട്. ഇത് സ്ലോഗൻ നന്നായിട്ട് പിന്നെ ഉയർത്തേണ്ടതുണ്ട്. ലോകവ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. കേരളത്തിനകത്ത് തന്നെ സർവകക്ഷി ആയിട്ട് തന്നെ ഇതിൽ വരേണ്ടതുണ്ട്. മാത്രമല്ല അമേരിക്കൻ ജനതയ്ക്കിടയിൽ തന്നെ ഇപ്പോൾ നമ്മൾ പല അവിടെ ഉള്ള നമ്മളെ മലയാളികളായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഇതിനകത്ത് പ്രതിഷേധമുണ്ട് വളരെ. കാരണം ഡൊണാൾഡ് ട്രംപ് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നുള്ളത്. ഒന്നാമത് എന്താ വെച്ചാൽ അയാൾ വല്ലാതെ ജാളിതയുടെ വക്കിലാണ്. അയാളുടെ തീരുവ നയം അയാൾക്ക് തിരിച്ചടിയായി. അത് തിരിച്ചടിയായതിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് അവിടെ ഉണ്ട്. ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് അവിടെ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബാക്കിയുള്ളവർക്കും പോകുന്നുണ്ട്, അവിടുത്തുകാർക്ക് തന്നെ ജോലി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഇന്നോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റായിട്ട് പടിയിറങ്ങാനായിരിക്കും ഡൊണാൾഡ് ട്രംപിന് പിന്നെ അവസരം ഉണ്ടാവുക ഈ പോക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ഇതിനകത്ത് ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് സൈലൻസ് ഈസ് എ ക്രൈം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിശബ്ദനായിരിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനും സിബിയും ഓരോ മനുഷ്യരും, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും നമ്മൾ ശബ്ദിക്കുന്നത് അവർ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് നാഷൻസ് അകത്ത് പിന്നെ ഐക്യരാഷ്ട്രസഭയ്ക്കകത്ത് ശരിക്കും അമേരിക്കയെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുക വേണ്ടത്. ഇപ്പം സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം ഐക്യകണ്ഠന തീരുമാനം എടുത്തിട്ട് അതേപോലെ പിന്നെ പൊതുസഭയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ അവർക്ക് സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗത്വം അത് റദ്ദ് ചെയ്യണം. അത് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ വരച്ച വരയിൽ വരും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് കാരണമാണല്ലോ വരുന്നത്. രൂപീകരിച്ച അന്ന് തൊട്ടുള്ള സ്ഥിരാംഗത്വമാണല്ലോ. അത് പിന്നെ ഇടയ്ക്കാണല്ലോ ഒന്ന് എക്സ്പാൻഡ് ചെയ്തത്. എന്തായിരുന്നാലും ഇത് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സദ്ദാമിനോട് ചെയ്തത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ജോർജ് ബുഷിൻ്റെ സമയത്ത് തന്നെയാണ് താലിബാനിലെ വിഷയം ഉണ്ടായത്. താലിബാനിൽ എന്തായി? ഇവർക്ക് മാനവിക സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ താലിബാനിനെ തുരത്തിയിട്ട് അഫ്ഗാൻ ഇവർ നിയന്ത്രണത്തിലാക്കി. സഖ്യകക്ഷി സേന, അമേരിക്കൻ സേനയാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ അവർക്ക് നോക്കിയപ്പോൾ അവിടെ വലിയ കച്ചവടമൊന്നും നടക്കത്തില്ല, വലിയ ലാഭമൊന്നുമില്ല. കാരണം അതുങ്ങൾക്ക് ബ്രെഡും പാൽപ്പൊടിയും ഒക്കെ അങ്ങോട്ട് കൊടുക്കണം. കാരണം അവിടുത്തെ അവസ്ഥ ദാരിദ്ര്യമാണ്. തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടാനില്ല, അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളെന്നുള്ളത് കണ്ടപ്പോൾ ഇവർ അത്ര വലിയ മാനവിക സ്നേഹമുള്ളവരാണെങ്കിൽ ആ ജനതയെ സംരക്ഷിക്കുകയല്ലേ വേണ്ടേ? താലിബാനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും അവരുടെ ജീവിതം നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുതരം കാടത്ത ഭരണം, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഭരണം, പിന്നെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാത്തൊരു സംവിധാനത്തിനകത്തേക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തില്ലേ? അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? സാമ്പത്തിക താല്പര്യം മാത്രം. അതായത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. താരതമ്യേന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കവും, അത് ബിൽ ക്ലിൻ്റൺ ആണെങ്കിലും അതേപോലെ തന്നെ ബറാക്ക് ഒബാമയാണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിൽ പോലും സൈലൻ്റ് ആയിരുന്നു. ജോ ബൈഡൻ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അവസാനത്തെ 5 പ്രസിഡന്റുമാരെടുക്കുമ്പം മോശപ്പെട്ട അനുഭവം ഉണ്ടായത് 2 റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരിൽ നിന്നാണ്, ഡൊണാൾഡ് ട്രംപിൽ നിന്നും ജോർജ് ബുഷിൽ നിന്നും.